നമുക്ക് വിൽക്കാൻ അറിയാവുന്നതിൻ്റെ ഫലമാണ്. വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാമാന്യ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിങ്. അത് കച്ചവടം മാത്രമല്ല, നമ്മൾ ഒരു സംസാരമായിക്കോട്ടെ, നമ്മുടെ ഏത് പ്രവർത്തന മണ്ഡലമായിക്കോട്ടെ, അതിനുള്ള സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് സ്കില്ല് നമുക്കില്ലാതായിപ്പോയി. അതായത് നമുക്ക് നമ്മളെ കൃത്യമായിട്ട് വിൽക്കാൻ അറിയാവുന്നതിൻ്റെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെയോ അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്തതിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ലൂപ്പ് ഹോളിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഡെപ്റ്റ് ട്രാപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ സംബന്ധിച്ച് അത് എനിക്ക് സെല്ല് ചെയ്യാൻ ഞാനൊരു മികച്ച ഒരു സ്കില്ല്, അതായത് ക്ലോസിംഗ് സ്കില്ലോ അല്ലെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാനുള്ള സ്കില്ലുകളോ ഇല്ലാഞ്ഞതിൻ്റെ ഫലമായതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ഒരു ട്രാപ്പിലാണ് പെട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു ഡീക്ലട്ടറിങ് നടത്താൻ പറ്റണം. ഡീക്ലട്ടറിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചത്? നമ്മുടെ മനസ്സിനെ പുതിയൊരു ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് അക്യുമുലേറ്റ് ചെയ്ത് എന്നിലേക്ക് വന്നതിൻ്റെ ഫലമാണ്. അത് പലപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, ഈ കടം എന്ന് പറയുന്ന കടം മേടിച്ച് അത് കൂട്ടുപലിശയായിട്ടും അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഒരു വലിയൊരു തുക നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്, ഒരു കടം മേടിച്ച ശേഷം ആ കടം തീർക്കുവാനായിട്ട് വേറെ പലരിൽ നിന്നും കടം മേടിക്കും. അങ്ങനെയാണ് ഈ പറയുന്ന ഒരു വലിയൊരു ഡെപ്റ്റ് ക്രൈസിസിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇരുന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് നമ്മുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ബേസിക് പരിഹാരം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ഉള്ളിലോട്ട് ഞാൻ ചോദിക്കാം, ഉള്ളിലേക്ക് ഒരു അന്വേഷണം ഞാൻ നടത്തും.